എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാഹുൽ ദ്രാവിഡിന് ശേഷം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി വരുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് കൺഫേം ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതിനാൽ തന്നെ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ തന്നെ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി വരുമെന്ന ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി വരുമ്പോൾ കാതലായ മാറ്റങ്ങൾ തന്നെ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ചില പ്രധാനപ്പെട്ട താരങ്ങൾ. അതിലൊരാൾ തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ. കാരണം രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലകനെ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നെയായിരുന്നു മലയാളി താരത്തിനുണ്ടായിരുന്നത്. എന്നാൽ കാര്യമായ അവസരങ്ങൾ അദ്ദേഹത്തിന് രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിൽ ലഭിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു T20 വേൾഡ് കപ്പിൽ തന്നെ ഒരു സന്നാഹ മത്സരം മാത്രമാണ് സഞ്ജു ഇതുവരെ കളിച്ചിട്ടുള്ളത്. അവസാനം ഇന്ത്യയുടെ ലീഗ് സ്റ്റേജിലെ ഒരൊറ്റ പോരാട്ടം പോലും സഞ്ജുവിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി വരുമ്പോൾ ശരിക്കും ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ് മലയാളി താരത്തിന് വെച്ചു പുലർത്താനുള്ളത്. കാരണം അത്രത്തോളം സഞ്ജുവിനെ പ്രശംസിച്ച മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വേറെ ഉണ്ടായേക്കില്ല. രാഹുൽ ദ്രാവിഡിൻ്റെ ലാസ്റ്റ് T20 വേൾഡ് കപ്പാണ്. ഇതിനുശേഷം അദ്ദേഹം സ്ഥാനമൊഴിയും. ആ ഒരു പൊസിഷനിലേക്കാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി വരാൻ പോകുന്നത്. 2027 നിലവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2027 ഏകദിന വേൾഡ് കപ്പ് വരെയായിരിക്കും ഗൗതം ഗംഭീറുമായിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ കരാർ. പലതവണ സഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുള്ള ഒരു താരം തന്നെയാണ് മുൻ ലോകകപ്പ് വിന്നറായിട്ടുള്ള ഗൗതം ഗംഭീർ. അദ്ദേഹത്തെ പലതവണ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയുന്നതിനെ പറ്റി പലതവണ ചോദ്യം ഉയർത്തിയ താരം തന്നെയാണ് ഗംഭീർ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ IPL ഇടയ്ക്ക് വെച്ചും അദ്ദേഹം സഞ്ജുവിനെ കുറിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അത് സഞ്ജുവിനല്ല, മറിച്ച് ഇന്ത്യൻ ടീമിനാണ് ഏറ്റവും വലിയ നഷ്ടമാകാൻ പോകുന്നത് എന്നടക്കം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ തന്നെ സഞ്ജുവിനെ കുറിച്ച് ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസന്റെ ആ ഒരു എബിലിറ്റി അത്രത്തോളം തിരിച്ചറിഞ്ഞ ഒരു താരം തന്നെയാണ് ഗംഭീർ. അങ്ങനെ ഒരു താരം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി വരുമ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ ടീമിൻ്റെ നിരയിലേക്കൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലെയറായിട്ട് സഞ്ജു സാംസനെ നമുക്ക് കാത്തിരിക്കാം. T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയുടെ ആദ്യ പരമ്പര സിംബാബ്വേക്കെതിരെയാണ്. 5 മത്സരങ്ങൾ നടക്കുന്ന T20 പരമ്പര ജൂലൈയിലാണ് നടക്കാൻ പോകുന്നത്. ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പോരാട്ടം തന്നെയായിരിക്കും ഇന്ത്യയുടെ വേഴ്സസ് സിംബാബ്വെ. ആ ഒരു പരമ്പരയിൽ ഈ T20 വേൾഡ് കപ്പ് കളിച്ച മിക്ക പ്രധാനപ്പെട്ട താരങ്ങൾക്കും റെസ്റ്റ് അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഒരുപക്ഷെ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.